സുഹൃത്തുക്കളെ, ലോകത്തിൽ ഏറ്റവും ഭീഷണിയായ മതം ഏത് എന്നുള്ളൊരു ചോദ്യം. പട്ടിത്തിട്ടമാണോ പൂച്ചത്തിട്ടമാണോ ചാണകമാണോ ഏതാണ് മോശം എന്ന് ചോദിക്കുന്നത് പോലെയാണത്. ഇപ്പോൾ നാസ്തിക മോർച്ചക്കാരും കാസൻ തീവ്രവാദികളും യൂറോപ്യൻ അമേരിക്കൻ അധിനിവേശ ശക്തികളുമൊക്കെ പ്രചരിപ്പിക്കുന്ന പോലെ ഇസ്ലാമാണോ ലോകത്തെ ഏറ്റവും ഭീഷണിയായിട്ടുള്ള മതം എന്ന് നമ്മൾ അന്വേഷിക്കാം. അപ്പോൾ ഞാനത് ചാറ്റ് ജിപിടിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. എൻ്റെ ഇംഗ്ലീഷ് കുറച്ച് വീക്കാണ്, അപ്പോൾ എന്നാലും നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു, ന്യൂസിലാൻഡ് ഭീകരാക്രമണം പോലെയുള്ള ആക്രമണങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ തീവ്രവാദത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ സങ്കീർണമാണ് എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും എല്ലാ തീവ്രവാദ ആക്രമണങ്ങളും തികച്ചും മതകീയമാകണമെന്നില്ല, അതിൽ പല ഫാക്ടറുകളും ഉണ്ടാകും. അതൊരു വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാകുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും തീവ്രവാദികളാകുന്നില്ല, എല്ലാ ക്രിസ്ത്യാനികളും ജയിലിലടക്കപ്പെടുന്നില്ല, എല്ലാ മുസ്ലിങ്ങളും ജയിലിലടക്കപ്പെടുന്നില്ല, എല്ലാ ഹിന്ദുക്കളും ജയിലിലടക്കപ്പെടുന്നില്ല? അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകാം. ചില ട്രിഗേഴ്സ്, ചില മൂല കാരണങ്ങൾ. എന്തുകൊണ്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ വയലൻ്റ് ആകണമെങ്കിൽ അങ്ങനെ സാധാരണ അവൻ വയലൻ്റ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. എങ്കിലും ഇപ്പോൾ നമ്മൾ വയലൻസ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പിന്നിലെ കാരണങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചാറ്റ് ജിപിടി ആകുമ്പോൾ അതിൻ്റെ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ അൻഡേഴ്സ് ബെഹറിംഗ് ബ്രേവിക് നോർവേ, ഒരു നോർവീജിയൻ വലതുപക്ഷ തീവ്രവാദിയായ അൻഡേഴ്സൺ ബെഹറിംഗ് 2 ആക്രമണങ്ങൾ നടത്തി. ഓസ്ലോ 8 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം. നോട്ടോയ് ദ്വീപിലെ വർക്കേഴ്സ് ക്യാമ്പിൽ നടന്ന കൂട്ട വെടിവെപ്പിൽ 69 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ മുസ്ലിം വിരുദ്ധതയും കുടിയേറ്റ വിരുദ്ധതയൊക്കെ ഉണ്ട്. USA-യിൽ 9 കറുത്ത വർഗ്ഗക്കാരെ കൊന്നു. ചാൾസ്റ്റൺ ചർച്ച് ഷൂട്ടിങ്. കൊളറാഡോ സ്പ്രിങ്സ്, ഇത് ചർച്ചിൽ ക്രിസ്ത്യാനികൾ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് USA-യിൽ, ഇത് പാകിസ്ഥാനിലെ കാര്യമൊന്നുമില്ല, USA-യിലാണ് പറയുന്നത്. ഇതും USA ആണ്. നവംബർ 27-ന് കൊളറാഡോ 3 പേർ കൊല്ലപ്പെട്ടു. അറ്റ്ലാന്റ സ്പാ ഷൂട്ടിങ്സ്, ഇതും USA ആണ്. 8 പേരെ കൊന്നു. അതിൽ 6 ഏഷ്യൻ വനിതകളായിരുന്നു. ഐറിക് റുഡോൾഫ് USA, 2 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 2 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ ക്രൈസ്റ്റ് ചർച്ച് ഷൂട്ടിങ് സംഭവം ഓസ്ട്രേലിയൻ പൗരനായ ബ്രാൻഡൻ ടാരന്റ് ന്യൂസിലാൻഡിൽ ക്രൈസ്റ്റ് ചർച്ചിലെ 2 പള്ളികൾ ആക്രമിച്ചു. അപ്പോൾ ഇത് ന്യൂസിലാൻഡ് മുമ്പ് ക്രിസ്ത്യാനികളായിരുന്നു, ഇത് മുസ്ലിം പള്ളിയിൽ കയറിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 51 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ക്യൂബക് സിറ്റി മോസ്ക് ഷൂട്ടിംഗ്, ഇത് കാനഡയിലാണ്. 6 പേർ മരിച്ചു, 19 പേർക്ക് പരിക്ക്. ഒക്കെ ക്രീക്ക് സിഖ് ക്ഷേത്ര ഷൂട്ടിംഗ്, മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല ഇവിടെ, സിഖ് ക്ഷേത്രത്തിനെതിരെ USA-യിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിറ്റ്സർബർഗ് സിനഗോഗ് ഷൂട്ടിംഗ്, ഇതിൽ 11 പേർ മരിച്ചു, 6 പേർക്ക് പരിക്ക്. ചാൾസ്റ്റൺ ചർച്ച് ഷൂട്ടിംഗ്, ഇതിൽ 9 പേർ മരിച്ചു. എൽ പാസോ വാൾമാർട്ട് ഷൂട്ടിംഗ്, ഇതിൽ 23 പേർ മരിച്ചു, 23 പേർക്ക് പരിക്കേറ്റു. ഹനാവു ഷൂട്ടിംഗ്, 50 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. ഉട്ടോയ ഓസ്ലോ ആക്രമണങ്ങൾ, നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു, 70 പേർ കൊല്ലപ്പെട്ടു. മസ്ജിദ് ആക്രമണം 2017, ഇത് യുണൈറ്റഡ് ലണ്ടനിലാണ്. ഒരാൾ മരിച്ചു, 10 പേർക്ക് പരിക്ക്. അപ്പോൾ ഇതൊക്കെയും ഭീകരാക്രമണങ്ങളാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ ഭീകരാക്രമണം, മതത്തിൻ്റെ പേരിൽ ഭീകരാക്രമണം നടത്തിയിട്ട് ആൾക്കാരെ കൊന്നത് ഒരേ ഒരു സമുദായം മാത്രമാണ്, അത് ക്രിസ്ത്യൻ സമുദായമാണ് കേരളത്തിൽ. പിന്നീട് ഞാനൊരു ചോദ്യം ചോദിച്ചു, മതം പ്രചരിപ്പിക്കാൻ മാത്രമായിട്ട് ഒരു രാജ്യം വേറെ ഏതെങ്കിലും മതത്തിനുണ്ടോ? ഇല്ല, അത് ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമാണ്. ഒരു മതസംഘടനയായ റോമൻ കത്തോലിക്ക സഭയും ആസ്ഥാനം പ്രവർത്തിക്കാൻ അതിൻ്റെ നേതാവ് മാർപ്പാപ്പയെ പാർപ്പിക്കാനുമുള്ള വ്യക്തമായ ഉദ്ദേശത്തോടെ വത്തിക്കാൻ സിറ്റി ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ അതുല്യമാണ്. മറ്റേതൊരു അംഗീകൃത പരമാധികാര രാഷ്ട്രം ഒരേ രീതിയിൽ മതപ്രചരണത്തിനും മതവിശ്വാസ പ്രവർത്തനത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നില്ല. ഇവർ കല്യാണം കഴിക്കില്ല, ഒന്നുമില്ല. ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ മതപ്രവർത്തനം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതി വേറെ ഒരു മതത്തിനും ഇല്ല. ജീവിതം അങ്ങ് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. കല്യാണം കഴിക്കാതെ മതം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രം. അങ്ങനെയുള്ള വേറെ മതമുണ്ടോ? ഇല്ല. ഈ ക്രിസ്ത്യൻ തീവ്രവാദികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ലോകത്ത് ഏതെങ്കിലും രാജ്യമുണ്ടോ അതുദ്ദേശം മതം കൈകാര്യം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക മാത്രമായ വേറെ ഏതെങ്കിലും രാജ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വത്തിക്കാൻ സിറ്റി അല്ലാതെ മറ്റൊരു പരമാധികാര രാജ്യത്തിനും മതം കൈകാര്യം ചെയ്യുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള വ്യക്തമായ ലക്ഷ്യമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുഞ്ഞാടുകൾക്ക് ഡയറക്റ്റായിട്ട് മാർപ്പാപ്പയുമായി ബന്ധമുണ്ട്. മറ്റൊരു മതത്തിനും അങ്ങനെ ഡയറക്റ്റായിട്ടുള്ളൊരു ബന്ധം, ഹൈറാർക്കിയൽ മിലിറ്ററി ഓർഡർ പോലുള്ളൊരു പോലീസ്, അതിനെന്താ പറയുക, അങ്ങനൊരു ബന്ധം മറ്റൊരു മതത്തിനും ഇല്ല. കാരണം യൂറോപ്യൻ അടിമകളും അവർക്ക് തലവണയം വെച്ചവരും അവരുടെ പാപ്പന്മാരുടെ ആടുകളൊക്കെയാണ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുന്നത്. ഞാൻ ചാറ്റ് ജിപിടിയോട് വീണ്ടും ചോദിച്ചു,
കത്തോലിക്ക സഭകളിലെ ഈ ചൈൽഡ് അബ്യൂസിനെ പറ്റിയിട്ടൊന്ന് പറയാമോ എന്ന്? കത്തോലിക്ക സഭയിലുള്ള കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന കേസുകൾ, പുരോഹിതരുടെ മുടിവെക്കലുകൾ, മുടിവെക്കലുകളൊക്കെ ഉൾപ്പെടുന്ന ധാരാളം കേസുകളുണ്ട്. ഇവർ മുടിവെക്കും, ഇവർ പുറത്ത് പറയില്ല. മദ്രസകളിലൊക്കെ എന്തുകൊണ്ടാണ് ഇത് വാർത്തയാകുന്നത്? കാരണം അത് അച്ഛന്മാർ പോയിട്ടോ അല്ലെങ്കിൽ കാസക്കാർ പോയിട്ടോ സംഘികൾ പോയിട്ടോ അല്ല അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ പോകുന്ന കുട്ടികൾ അവർ അച്ഛന്മാർ അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് പറയും, അവരത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള കേസുകൾ ഇപ്പോൾ കൂടി വരികയാണ്. കാരണം അങ്ങനെയുള്ള വിദ്യാഭ്യാസമായ അങ്ങനെയുള്ള ബോധം മുസ്ലിം സമുദായത്തിൽ കൂടി വരുന്നത് കൊണ്ടാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രായപൂർത്തിയാകാത്തവർക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ ആയിരക്കണക്കിന് കേസുകൾ ആഗോളതലത്തിൽ കത്തോലിക്ക സഭക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പള്ളി അധികാരികളെ വിശ്വസിക്കുന്ന ദുർബലരായ കുട്ടികളായ ഇരകൾ. ദുരുപയോഗം സാധാരണയായി വൈദികരും ബിഷപ്പുമാരും മറ്റു വൈദികരും ഉൾപ്പെടുന്നു. വ്യവസ്ഥാപിത മറവുകൾ. ദുരുപയോഗം ചെയ്യുന്നവരെ സിവിൽ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം മറ്റ് ഇടവകളിലേക്ക് മാറ്റി പള്ളി അധികാരികൾ സംരക്ഷിക്കുന്നതായി ആക്ഷേപമുണ്ട്. ഇത് പള്ളി അധികാരികൾ മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട്, മുസ്ലിങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ക്രിസ്ത്യാനികൾ ചെയ്യാറില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യാനികൾക്കാണ് ഇതിൻ്റെ ആവശ്യം കൂടുതൽ വരുന്നത്. അച്ഛന്മാർക്കൊന്നും ലൈംഗികമായിട്ട്, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ക്രിമികടിയാണ്, അവർക്ക് കല്യാണം കഴിക്കാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് കല്യാണം കഴിക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ ലൈംഗികമായിട്ട് ഇതിങ്ങനെ പുസ്തകങ്ങൾ എഴുതി വെച്ച പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലൈംഗിക ചോദനകൾ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. അപ്പോൾ സ്വയംഭോഗം പോലും പാടില്ല എന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. അത് നമ്മൾ പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ടൊരു സംഗതിയായിട്ട് മാറുന്നു. പക്ഷെ ഇവരതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. രഹസ്യമായിട്ട് വളരെ കൃത്യമായിട്ട് ഇവരിത് ചെയ്യുന്നുണ്ട്. അതും ദുർബലരായ കുട്ടികളുടെ അടുത്തൊക്കെയാണ് ഇവരുടെ തെമ്മാടിത്തരങ്ങൾ എടുക്കുന്നത്. കാരണം അവർ പുറത്ത് പറയില്ല, അല്ലെങ്കിൽ അവർക്ക് പറയാൻ അറിയില്ല എന്നുള്ള സംഗതികളൊക്കെ മനുഷ്യരുടെ കുട്ടികളുടെ ദൗർബല്യങ്ങളൊക്കെ മുതലെടുത്ത് ഇങ്ങനെ ഭീകരർ പ്രസ്ഥാനം നടത്തുകയാണ് കത്തോലിക്കർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ രാജ്യം അമേരിക്കയാണ്. ജനസംഖ്യ പരമായിട്ടും അമേരിക്കയാണ്. ഏറ്റവും വലിയ രാജ്യം ചിലപ്പോൾ റഷ്യയാണ്, ക്രിസ്ത്യൻ രാജ്യം തന്നെയാണല്ലോ. പക്ഷേ ജനസംഖ്യാപരമായിട്ട് അമേരിക്കയാണ്. 20-ാം നൂറ്റാണ്ട് മധ്യത്തിൽ തന്നെ ദുരുപയോഗം നടന്നതായും പതിറ്റാണ്ടുകളായി നിലനിന്നതായും സൂചിപ്പിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 2002 ദി ബോസ്റ്റൺ ഗ്ലോബ് ബോസ്റ്റൺ അതിരൂപതയിലെ വ്യാപകമായ ദുരുപയോഗങ്ങളും മറച്ചുവെക്കലുകളും തുറന്നുകാട്ടി അത് സ്പോട്ട്ലൈറ്റ് എന്ന സിനിമയുടെ വിഷയമായി. 2018 പെൻസിൽവാനിയ ഗ്രാൻഡ് ജൂറി റിപ്പോർട്ട് പ്രകാരം 300-ലധികം വൈദികർ 70 വർഷത്തിനിടെ 1000-ലധികം കുട്ടികളെ ദുരുപയോഗം ചെയ്തു. ഒരു സ്റ്റേറ്റിലെ, US-ലെ ഒരു സ്റ്റേറ്റിലെ കണക്കാണ് ഈ പറയുന്നത്. 2000 റയാൻ റിപ്പോർട്ടും മർഫി റിപ്പോർട്ടും പോലെയുള്ള റിപ്പോർട്ടുകൾ സഭ നടത്തുന്ന സ്കൂളുകളും അനാഥാലയങ്ങളും വ്യവസ്ഥാപിതമായ ദുരുപയോഗം രേഖപ്പെടുത്തി. ആയിരക്കണക്കിന് കുട്ടികൾ ലൈംഗികവും ശാരീരികവും വൈകാരികവുമായ പീഡനത്തിന് ഇരയായി. ഓസ്ട്രേലിയ 2010-നും 1950-നും 2010-നും ഇടയിൽ 7% കത്തോലിക്ക പുരോഹിതന്മാരും കുട്ടികളെ ദുരുപയോഗം ചെയ്തതായി ആരോപിക്കപ്പെട്ടതായി ബാലലൈംഗിക ദുരുപയോഗത്തോടുള്ള സ്ഥാപനപതികളിൽ നിന്നും ഒരു റോയൽ കമ്മീഷൻ കണ്ടെത്തി. റോയൽ കമ്മീഷൻ എന്നൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ പറയും. കാരണം അതൊരു രാജാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ കിങ് ചാർലി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ആണ് അവിടുത്തെ രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത്. ആ ചങ്ങായിയോട് കയറിയപ്പോൾ ഒരു ഓസ്ട്രേലിയൻ തദ്ദേശീയ വനിത ഒക്കെ പ്രതിഷേധിച്ചതൊക്കെ വാർത്തയിൽ കണ്ടിരുന്നു. അത് വേറെ വിഷയം. ഫ്രാൻസ് ഒരു സ്വതന്ത്ര കമ്മീഷൻ 1950 മുതൽ 2,16,000 കുട്ടികൾ പുരോഹിതന്മാരാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി വെളിപ്പെടുത്തി. എത്ര? 2,16,000 കുട്ടികൾ. ഫ്രാൻസ് 1946-നും 2014-നും ഇടയിൽ 3,677 കുട്ടികൾ പുരോഹിതന്മാരാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി 2018-ലെ റിപ്പോർട്ടുകൾ കണക്കാക്കുന്നു. ഇത് ലോകത്തിലെ കൊലപാതക നിരക്കാണ്. ജമൈക്ക ആൻഡ് US വെർജിൻ ഐലൻഡ്, ഇവിടെ 1,00,000 പേരിൽ 60-50 പേരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്. പിന്നീട് സൗത്ത് ആഫ്രിക്കയാണ് 42ഒക്കെയാണ് 1,00,000 ആൾക്കാർ കൊല്ലപ്പെടുന്നത്. പിന്നെ സൈൻറ്റ് ലൂഷ്യ, ഹോണ്ടുറാസ്, ലെസോത്തോ, ബെലീസ്, സെയിൻറ്റ് വിൻസെൻ്റ് എല്ലാം ക്രിസ്ത്യാനികൾ തന്നെയാണ്. അതിൽ സൈൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ബാമാസ്, മ്യാൻമർ ഉണ്ട്, പിന്നെ ആംഗുല, മെക്സിക്കോ. അപ്പോൾ ഇതൊക്കെയും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിലുള്ളത് ആഫ്രിക്ക ആൻഡ് അമേരിക്ക, രണ്ടും ക്രിസ്ത്യൻ ഭൂരിപക്ഷ കോണ്ടിനെൻറ്റുകളാണ്. അമേരിക്കാസിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് അമേരിക്കാസ്. ഏഷ്യയിൽ യൂറോപ്പിനേക്കാളും കുറവാണ് ഹോമിസൈഡ് റേറ്റ് ഏഷ്യയിൽ. അപ്പോൾ ടെക്നിക്കലി ഡാറ്റ വൈസ് ക്രിസ്ത്യാനിറ്റിയാണ് ഏറ്റവും ഭീകരമായ മതം. പിന്നെ മറ്റുള്ള രാജ്യങ്ങൾ കയ്യേറുന്നത്
ആയുധ കയറ്റുമതി, ആയുധ വിൽപ്പന, ഇതൊക്കെയും അമേരിക്കയിലാണ്. അമേരിക്കയിൽ 1,00,000 പേരിൽ 12 പേർ കൊല്ലപ്പെടുന്നുണ്ട് US എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്ത്. അത്രയും കൊല്ലപ്പെടുന്ന ചിലപ്പോൾ യമനിൽ പോലും, ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യമനിൽ പോലും 1,00,000 പേരിൽ 12 പേർ കൊല്ലപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഹൈ റേറ്റാണ് അവിടെ കൊലപാതകം അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ, മറ്റുള്ളവരുടെയൊക്കെ സമാധാനം കൊണ്ടുവരാൻ നടക്കുന്ന അമേരിക്കയിൽ. ഇറാഖ് ആക്രമിച്ചു, അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ല. അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചു, മറ്റുള്ള രാജ്യങ്ങളൊക്കെ കയറി ഇടപെടുന്നു. ഇങ്ങനെ എത്ര മുസ്ലിം രാജ്യങ്ങൾ, എത്ര ഹൈന്ദവ രാജ്യങ്ങൾ, അല്ല എത്ര ബുദ്ധിസ്റ്റ് രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ കയറി ഇടപെടുന്നുണ്ട്? ഇല്ല. അവരുടെ രാജ്യത്ത് പോയിട്ട് അവിടെ പപ്പറ്റ് രാജാക്കന്മാരെ വെച്ചിട്ട് ഭരിക്കുമ്പോൾ, അവരുടെ നിത്യജീവിതത്തിൽ ഇടപെടുമ്പോൾ അവർ പ്രതികരിക്കും. അപ്പോൾ ട്രേഡ് സെൻറ്റർ ആക്രമണം നടത്തിയത് ഉസാമ ബിൻ ലാദന്, പിന്നെ ഈജിപ്തുകാരനായ പേർ, ആ ഭീകരാക്രമണം നടത്തിയ ആളുകളിൽ കൂടുതൽ പേരും സൗദിക്കാരും ഈജിപ്തുകാരും UAE-ക്കാരും പിന്നെ ഒരു ലബനാനി എന്തുണ്ട്, ഇവർ മാത്രമാണ്. ഇവരൊക്കെ അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളായ രാജാക്കന്മാർ, ഭരണാധികാരികൾ ഭരിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർക്ക് അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവാം, അതവർ നടത്തി. തീർച്ചയായിട്ടും തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിരപരാധികളെ കൊന്നിട്ടുണ്ട്. അമേരിക്കയിൽ കൊല്ലപ്പെട്ട 3000 ആളുകൾ മാത്രമാണ് നിരപരാധികൾ. അതെന്ത് വംശീയ പരാമർശമാണ്? ഇറാഖിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? 5 ലക്ഷത്തോളം പേർ ഇറാഖിൽ കൊല്ലപ്പെട്ടു, സിവിലിയൻസ്. അപ്പോൾ അവർ മനുഷ്യരല്ലേ? അവരെന്താ പുഴുക്കളാണോ? അഫ്ഗാനിസ്ഥാനിൽ ഒക്കെ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇപ്പോൾ നിങ്ങളിവിടെ കയറിയിട്ട് എന്തായി? സാഹചര്യം കൂടുതൽ മോശമാക്കല്ലേ ചെയ്തത്. ISIS പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളർന്നു, അവിടെ കൂടുതൽ ആ നാട് നശിച്ചു. തീർച്ചയായിട്ടും ഏഷ്യയിൽ ഏറ്റവും ഭീകരമായ മതം ഇസ്ലാമാണ്, കാരണം ഏഷ്യയിൽ സ്ട്രോങ് മതം ഇസ്ലാമാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇവർ ആക്രമിക്കാറില്ലെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്നുണ്ട് ഇസ്ലാം കാരണം. പക്ഷെ കൊലപാതകം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറവാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡാറ്റകളും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ആർക്കെങ്കിലും വാദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിബേറ്റ് ചർച്ച നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച നടത്താവുന്നതാണ്. അതിന് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഏത് മതമാണ് മോശം. ഇപ്പം ഇസ്ലാമിൻ്റെ വെടി 1600 തീർന്നു. സ്പെയിനിൽ നിന്നും ഇസ്ലാമിനെ കച്ചകെട്ടിച്ചതോടുകൂടി ഇസ്ലാമിൻ്റെ പല്ലുനഖമൊക്കെ കൊഴിഞ്ഞു. പിന്നെ ആകെ ഒരു ബലമുണ്ടായിരുന്നത് ഉസ്മാനിയ ഖിലാഫത്തിലാണ്. അത് 1-ാം ലോക മഹായുദ്ധത്തോടുകൂടി അതും തീർന്നു. ഇന്ന് രാജാക്കന്മാർ ഭരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളൊക്കെ അമേരിക്കയാണ് കൺട്രോൾ ചെയ്യുന്നത്. അമേരിക്കൻ പപ്പറ്റുകളാണ് അവിടെ ഭരിക്കുന്നത്. അമേരിക്ക സ്വിച്ച് ഞെക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ റിമോട്ടിലുള്ള പാവകൾ മാത്രമാണ് അവിടുത്തെ ഭരണാധികാരികൾ. അപ്പോൾ എങ്ങനെയാണ് ലോകത്തിന് ഇസ്ലാം ഭീഷണിയാണെന്ന് പറയുക? ഒരിക്കലും അല്ല. പക്ഷേ ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇടപെടുന്ന രാജ്യം അത് അമേരിക്ക, പിന്നെ നാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ. പാകിസ്ഥാന് റഷ്യയുടെ അടുത്ത് പെട്രോൾ വാങ്ങാൻ പോയപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ജയിലിൽ കയറ്റി. ഇന്ത്യയിൽ ഹൈന്ദവ തീവ്രവാദികൾ ശക്തമായ ഭൂരിപക്ഷം മോദിക്ക് നൽകിയിരുന്നതുകൊണ്ട് മോദിക്ക് അതൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ഈ സംഘി ചാനലുകൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ അമേരിക്ക കളിക്കുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ സകല രാജ്യത്തും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇടപെട്ട് കുത്തിത്തിരിപ്പുകളുണ്ടാക്കി മനുഷ്യരക്തം കുടിച്ച് വീർത്ത മനുഷ്യ അധ്വാനം അടിച്ചു മാറ്റി സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൃത്തികെട്ട രാജ്യങ്ങളാണ് അമേരിക്ക, UK എന്നൊക്കെ പറയുന്നത്. യുണൈറ്റഡ് കിങ്ഡം, ചാർലി 16 രാജ്യത്തെ രാജാവാണ് ആ ചങ്ങായി. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളെ കോളനിവൽക്കരിച്ച് അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച, ദ്രോഹിച്ച ബ്രിട്ടീഷ് രാജാവ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ, ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ നേതാവാണ്, സുപ്രീം ഗവർണറാണ്, പരമാധികാരിയാണ്. അപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ ഷിഹാബ് എന്ന് പറയുന്ന സാധനം, അദ്ദേഹം ഒരു രാഷ്ട്രീയ ആളും കൂടിയാണ്, മഹലിൻ്റെ കാളിയും കൂടിയാണ്. അതേപോലെയുള്ള ഒരു പൊസിഷനാണ് കിങ് ചാർലിക്ക്, ബ്രിട്ടീഷ് രാജാവിന്. അപ്പോൾ അവർ ലോകത്തുണ്ടാക്കിയിട്ടുള്ള അക്രമങ്ങൾ, കുഴപ്പങ്ങൾ ഇന്നും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂറോപ്യൻ അടിമകൾ പറയുന്നത് പോലെ ഇസ്ലാം അല്ല ഇന്ന് ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണി. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ഭീഷണി ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. കാരണം അതിൻ്റെ കയ്യിൽ ആയുധമുണ്ട്, ടെക്നോളജി ഉണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, എല്ലാമുണ്ട്. ഇന്നലകളിൽ അവർ നേരിട്ടായിരുന്നു കോളനിവൽക്കരണം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് പരോക്ഷമായിട്ടാണ് ചെയ്യുന്നത്. UN, അതിലെ വീറ്റോ പവറുള്ള രാജ്യങ്ങളിൽ ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. വേൾഡ് ബാങ്ക് ആയാലും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളായാലും അതിലെല്ലാം ക്രിസ്ത്യൻ ആധിപത്യമാണ്. ഇപ്പോൾ ഈ ഇസ്രായേലിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ആംഗ്ലിക്കൻ സയനിസ്റ്റുകളാണ്. കേരളത്തിൽ എനിക്കിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം, യേശുവിൻ്റെ 2ാം വരവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മന്ദബുദ്ധികൾ അതിന് ആ പ്രദേശം ജൂതാധീനതയിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ബൈബിൾ നോക്കിയിട്ടൊക്കെ പ്രവചിക്കാറുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ
ആൾക്കാർ ഇവരോട് ചോദിക്കുന്നുണ്ട്, അമേരിക്കക്കാരോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണോ. അപ്പോൾ ഈ ഇതേ ചോദ്യം പാലസ്തീനിലെ ക്രിസ്ത്യാനികളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, യേശു വന്നാലും വന്നില്ലെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം, ഞങ്ങളിവിടെ നിന്ന് ഓടിക്കരുത്, ഞങ്ങൾ പലസ്തീനികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണം, അതിലൂടെ അതിന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കയറി വന്നിട്ട് ഞങ്ങളുടെ രാജ്യം കൈയടക്കരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ ക്രിസ്ത്യാനികൾ വേറെ ലെവലാണ്, അവർക്ക് അവിടെ കിടന്നിട്ടൊന്ന് വിശ്വസിക്കാം. പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നത് പാലസ്തീനിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റു മനുഷ്യരൊക്കെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക്, ഞാനിത് ഒരു ഏകപക്ഷീയമായ ഒരു വീഡിയോയിൽ പറയുന്നതാണ്, അതിനെപ്പറ്റി ഒരു വാദപ്രതിവാദം വേണമെങ്കിൽ നമുക്ക് നടത്താം, ചർച്ച നടത്താം. അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.